സിയോൻ തൻ തിരുബലിയാലേ നൽവഴിയും നൽകി നൽദിനവും നൽകുക നാഥാ. തൻ മക്കൾക്കായി ദൈവസുതൻ ശോഭോ നൽകി കൃപയാൽ വിടുവിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധാരൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അതിപരിശുദ്ധവും അനുഗ്രഹീതവുമായ ഈ നാഴികയിൽ ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു ദിവസം കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം നൽകിയ അവസരം ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രിയുടെ യാമം കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനത്തെ ഉള്ളങ്ങളിൽ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മ ലോകം മുഴുവനായി ദൈവമക്കൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ദൈവിക ചൈതന്യം ഓരോ പ്രിയപ്പെട്ടവരിലും വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തൻ്റെ തിരുസന്നിധിയിൽ വരുന്ന ആരെയും ഒരു നാളും ഉപേക്ഷിച്ച ചരിത്രമില്ലല്ലോ. നമുക്ക് വിനയപ്പെടാം, പ്രാർത്ഥിക്കാം. എല്ലാവരെയും സ്നേഹത്തോടുകൂടി തന്നെ ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏക ദൈവത്തിൻ്റെ തിരുനാമത്തിനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തൻ്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സുഷാവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന ശിഖാരാജാവേ, നിനക്ക് സ്തുതി. ബാർക്കുമോർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണു സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോട് കൂടെ. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവായ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മർത്തോറിയുന്നവരാനെ പറ്റി അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് വീഴ്ചയുള്ളണമേ. ആമീൻ. കർത്താവേ, ഇന്ന് രാത്രിയുടെ ഈ നിമിഷത്തിൽ അങ്ങയുടെ സന്നിധിയിരുന്ന് പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനാണ് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപം മോചിച്ചു തരണമേ. ഞങ്ങൾ ചെയ്ത അകൃത്യങ്ങൾ ക്ഷമിക്കണമേ. നിന്റെ ജീവനുള്ള വചനം ഞങ്ങൾക്ക് നൽകുമാറാകണമേ.
തിരുരക്തം കൊണ്ട് ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. അങ്ങേക്ക് അസാധ്യമായ യാതൊരു കാര്യവുമില്ലല്ലോ. പുണ്യപ്പെട്ട വഴികളിലൂടെ ഞങ്ങൾ അഭ്യസിപ്പിക്കണമേ. ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ഈ പ്രാർത്ഥന അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ തലമുറയ്ക്ക് ഈ പ്രാർത്ഥന അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് ഉത്തരം നൽകുന്ന രാത്രിയാകണമേ. ഞങ്ങൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന് കോടാനുകോടി സ്തുതി. ഞങ്ങൾക്ക് വിടുതൽ നൽകുന്ന ദൈവത്തിന് കോടാനുകോടി സ്തുതി. ഞങ്ങളുടെ ജോലി മേഖലകളെയും ഞങ്ങളുടെ എല്ലാ വഴികളെയും ഞങ്ങളുടെ ബിസിനസ് സംരംഭങ്ങളെയും ആരോഗ്യത്തെയും പൂർണ്ണമായും യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നാം ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. പരിശുദ്ധാത്മാവായ ദൈവം അതിശക്തമായ രീതിയിൽ ഈ വചനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ഈ വചനം വായിക്കുന്നതിന് മുമ്പ് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് ശ്ലീഹ പറഞ്ഞ, ആത്മാവിൽ നിറഞ്ഞ് പറഞ്ഞതായ തിരുവചനത്തെ നമുക്ക് ധ്യാനിക്കാം. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. യേശു ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ, യേശുവിൻ്റെ ചിന്തകൾ, ഇവയെല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ഇത് നമുക്കുണ്ടാകണമെങ്കിൽ നാം അവനോടൊപ്പം നടക്കണം, അവനോടൊപ്പം കൂട്ടായ്മ ആചരിക്കണം, അവൻ്റെ മക്കളായി ജീവിക്കണം. നമുക്ക് നോക്കാം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം. ഇവയ്ക്ക് ശേഷം തൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് യേശു 70 പേരെ വേർതിരിച്ച് താൻ പോകാനിരിക്കുന്ന എല്ലാ പ്രദേശത്തേക്കും നഗരത്തിലേക്കും തനിക്ക് മുമ്പായി ഈ രണ്ട് പേരായി അയച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വേറിട്ട സന്ദേശമാണ് നമ്മൾ ചിന്തിക്കുന്നത്. യേശു തൻ്റെ മക്കളെ ഒറ്റയ്ക്ക് അയച്ചില്ല. 70 പേരെ തിരഞ്ഞെടുത്തിട്ട് അതിൽ 2 പേരെ ഒരുമിപ്പിച്ച് അയക്കുകയാണ്. യേശുവിൻ്റെ മനസ്സാണ് അവിടെ കാണാൻ കഴിയുന്നത്. വേദപുസ്തകത്തിലെ പല സ്ഥലങ്ങളിലായി ഈ സാക്ഷ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധ്യമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് യേശു പെസഹ ഒരുക്കാൻ വിടുമ്പോഴും അങ്ങനെ തന്നെ കാണാനായിട്ട് കഴിയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 52-ാം വാക്യത്തിലും നമുക്കത് കാണാനായിട്ട് സാധ്യമാകുന്നുണ്ട്. തനിക്ക് മുമ്പേ താൻ ആരോഹണത്തിന്റെ ദിനങ്ങൾ തികവാറായവേ താൻ യെരൂശലേമിലേക്ക് പോകുവാൻ നിശ്ചയിച്ചു. തനിക്ക് മുമ്പേ ദൂതന്മാരെ അയച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശ്ലീഹയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 1 മുതൽ 4-ാം വാക്യത്തിലും സമാനമായ 12 ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് അധികാരം കൊടുത്ത് അശുദ്ധാത്മാക്കളെ പുറത്താക്കാനും സൗഖ്യമാക്കാനും അവരെ 12 പേരെ വിളിച്ചിട്ട് യേശു അനുഗ്രഹം കൊടുക്കുകയാണ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യത്തിലും മോശയോട് പറയുന്ന കാര്യമുണ്ട്, മോശ ചെയ്യുന്ന കാര്യമുണ്ട്. ഈ 70 പേരെ മുതിർന്നവരെ കൂട്ടുന്ന ഒരു രംഗം കൂടി അവിടെ കാണാൻ കഴിയുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട്. അതായത് തനിക്ക് മുമ്പായി വഴിയൊരുക്കാൻ വിടുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, എല്ലാ മേഖലകളിലും അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, അവര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മധ്യേ ഇറങ്ങി വരുന്നതും സംസാരിക്കുന്നതും കാണാൻ കഴിയും. സെഹ്യോൻ മാളികയിലും അപ്രകാരം തന്നെയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 76-ാം വാക്യത്തിലും ഹല്ലേലൂയ, 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 യേശുവിന് മുമ്പേ വഴിയൊരുക്കാൻ വരുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ചും കാണാനായിട്ട് സാധ്യമാകുന്നു. ഒരുപാട് വാക്യങ്ങൾ വായിച്ചു. എല്ലാ വാക്യങ്ങളിലും
ഒരു ഫെലോഷിപ്പ് ഒളിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുകയാണ്. യേശുവിൻ്റെ സ്വഭാവം തന്നെ നമുക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞ നാം നമ്മുടെ ജീവിതത്തിലെ ഫെലോഷിപ്പ് കാത്തു സൂക്ഷിക്കണം. യേശു ഈ 2 പേരെ അയച്ചു. ഈ 2 പേർ എവിടെ കൂടിയാലും ശക്തിയുള്ള ഒരു കൂട്ടമാണ്. യേശു പറഞ്ഞു, 2-3 പേർ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ തനിച്ചായാൽ എന്ത് സംഭവിക്കുന്നതെന്ന് പ്രായോഗിക ബുദ്ധിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. മറ്റൊന്നുമല്ല, ഒരു മനുഷ്യൻ തനിച്ചായാൽ മനുഷ്യരുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന പ്രയാസങ്ങളിലും വേദനകളിലും പ്രിയപ്പെട്ടവരെ തകർന്നു പോകുകയാണ്. എന്നാൽ ഒരു മനുഷ്യൻ തനിച്ചല്ല, തൻ്റെ കൂടെ മറ്റൊരു വ്യക്തി കൂടെ ഉണ്ടെന്നിരിക്കട്ടെ, കൂട്ടുവേലക്കാരായ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരാൾ ക്ഷീണിക്കുമ്പോൾ മറ്റൊരാൾ ബലപ്പെടുകയാണ്. ബാലൻസ്ഡ് ഫാമിലി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ദൈവികമായ ചിന്തയിൽ നാം മനസ്സിലാക്കണം. ഫെലോഷിപ്പിന്റെ മധ്യയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദൈവമക്കള് എപ്പോഴും ഫെലോഷിപ്പിൽ പ്രാർത്ഥിക്കാൻ, അതായത് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവരായി മാറുക. നമ്മുടെ ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന, നമ്മുടെ ജീവിത രീതിയെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ഡിവൈൻ ഹെവൻലി റിലേഷൻഷിപ്പ്, ഫെലോഷിപ്പ് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണെന്നുള്ളതാണ് വസ്തുത. യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരെ നിങ്ങളിതൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ തനിച്ചാണോ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നത്? ഒരിക്കലും പാടില്ല. നിങ്ങൾ ഒരാളെ കൂടി കണ്ടെത്തുക. ഒരുമിച്ച് തനിച്ച് ചെയ്യരുതെന്നല്ല അർത്ഥം. പക്ഷേ പരസ്പരം താങ്ങുന്ന, കരുതുന്ന, വചനത്തെ സ്നേഹിക്കുന്ന ഒരാളെ കൂടി കണ്ടെത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫെലോഷിപ്പ് ഒരുപാട് ശക്തി പകരുന്നതാണ്, ബലമേകുന്നതാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, ഈ ഫെലോഷിപ്പ് കൂട്ടായ്മയിൽ മാത്രമല്ല, വചനപ്രഘോഷണ വേദിയിൽ മാത്രമല്ല, യേശു കുടുംബത്തെ ആക്കിയപ്പോൾ അതൊരു വലിയ ഫെലോഷിപ്പാണ്. ബ്രേക്ക് ആവാതെ, തകരാതെ അത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധ്യമായാൽ നമ്മുടെ ജീവിതം ഒരുപാട് അനുഗ്രഹിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധ്യമാകുകയാണ്. ഹല്ലേലൂയ. ഇപ്പം 2 പേർ ഒരുമിച്ചാകുന്നത് ഇത് വിവാഹത്തിന് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും പ്രിയപ്പെട്ടവരെ സമ്പൂർണ്ണത നൽകുന്ന ഒന്നാണ്. ഹല്ലേലൂയ. നാം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടുകയല്ലാതെ താഴോട്ട് പോകാൻ സംഗതിയാകുന്നില്ല. ദൈവം സ്നേഹമാണ്. അവൻ്റെ കുറുകാത്ത കരം, ഹല്ലേലൂയ, നമ്മുടെ പാപം ക്ഷമിച്ചു തരുന്ന ദൈവം, ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കരം നമ്മുടെ മേൽ വെച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി, നമ്മെ ഒരു അനുഗ്രഹമാക്കി മാറ്റി, നമ്മെ അവൻ്റെ ശിഷ്യനാക്കി, അവൻ്റെ മകനാക്കി, അവൻ്റെ മകളാക്കി മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഫെലോഷിപ്പിൽ നമുക്ക് ആനന്ദം കിട്ടുകയാണ്. നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുക. ഒരു റിയൽ ഫെലോഷിപ്പ്, ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ജീവിതത്തെ കർത്താവ് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യേശു 70 പേരെ വേർതിരിച്ചിട്ട് പോകാനിരിക്കുന്ന എല്ലാ പ്രദേശത്തേക്കും നഗരിയിലേക്ക് തനിക്ക് മുമ്പായി ഈ 2 പേരെ അയക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 2 പേർ ചെല്ലുകയാണ്, ഫെലോഷിപ്പാണ്. അത് ഒരു സ്ഥലത്ത് ചെന്ന് 2 പേർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഉണ്ടാകുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നാൽ, ഹല്ലേലൂയ, എന്താ സംഭവിക്കുന്നത്? പ്രിയപ്പെട്ടവരെയും, ഹല്ലേലൂയ, ഒരു വലിയൊരു റിലേഷൻഷിപ്പ്, വലിയൊരു ബന്ധം നമുക്കതിൻ്റെ മധ്യ കാണാനായിട്ട് സാധ്യമാകുകയാണ്. ഹല്ലേലൂയ. യേശു 70 പേരെ വേർതിരിച്ചയച്ചതുപോലെ നമ്മുടെ ജീവിതം അല്പമൊന്ന് രൂപാന്തരപ്പെടുത്തിക്കൊണ്ട്, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, നമ്മുടെ മനസ്സിനൊരു ശുദ്ധീകരണം ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ദൈവമക്കളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് ഈ ചിന്തകൾ നമ്മെ അനുവദിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് 2 വശങ്ങളിലായി ഇരുന്ന് സങ്കടപ്പെടുന്ന ദൈവമക്കളെല്ലാം ക്രിസ്തുവിലേക്ക് വരിക. യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലുണ്ടാകട്ടെ. ഇപ്പോൾ നിങ്ങൾ കർത്താവിനോട് ചേർന്ന് ബലപ്പെട്ട് ഒരു വിശ്വാസ ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറുക. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു മെന്റർ, അഡ്വൈസർ, ഗൈഡ് ലൈൻ തരുന്ന ഒരു പ്രോപ്പറായ വ്യക്തിത്വം അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. എന്തുമേതും സംശയം ചോദിക്കാനും ഒരു വാക്ക് പ്രാർത്ഥിക്കാനും ചേർന്നിരിക്കാനുമായി നമുക്കുണ്ടാകുന്ന ഒരു ഹെവൻലി റിലേഷൻഷിപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു സ്നേഹം, ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഫെലോഷിപ്പ്, പ്രിയപ്പെട്ട ഒരു കൂട്ടായ്മ, അതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ രണ്ട് പേരെ അയച്ചു, കൂട്ടായ്മയുടെ ദൃഷ്ടാന്തം. അത് യേശു ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ചത് മുന്തിരിവള്ളിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. ഞാൻ മുന്തിരിവള്ളിയെ, നിങ്ങൾ കൊമ്പുകളുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും നമ്മളെല്ലാവരും യേശുവിൻ്റെ മക്കളായി, മുന്തിരിവള്ളിയായി, അതിനോട് ചേർക്കപ്പെട്ട കൊമ്പുകളായി മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫെലോഷിപ്പാണ്, ദൈവവുമായിട്ടുള്ള വിശുദ്ധ ബന്ധമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാൾ ക്ഷീണിക്കുമ്പോൾ, ഒരാൾ തകരുമ്പോൾ, അയാളെ താങ്ങാനും കരുതാനുമായി മറ്റൊരു വ്യക്തി രംഗപ്രവേശനം നടത്തുകയാണ്. യേശു നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഒന്ന് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നാം ഒരു മീറ്റിങ്ങിന് വരുവാണെന്നിരിക്കട്ടെ, പ്രസംഗിക്കാനോ പ്രാർത്ഥിക്കാനോ. ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ ചൈതന്യം ഇറങ്ങിയിട്ട്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ആത്മീയ യാത്രയുടെ പുത്തൻ അനുഭവം വന്നു ചേരുന്നത് കാണാനായിട്ട് സാധ്യമാണ്. നമ്മൾ ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മളൊരു ദേവാലയത്തിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഒരു പ്രിപ്പറേഷൻ, ഒരുക്കം ആവശ്യമാണ്. ദൈവമക്കളെ, വളരെ മനോഹരമായ രീതിയിൽ നാം ഇങ്ങനെ ചേർന്നിരുന്ന് ദൈവ തിരുസന്നിധിയിൽ ഇരിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമാണ്, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ എല്ലാവരെയും അവനിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ മുന്തിരിവള്ളി ഓടിച്ചേർന്ന് നിൽക്കുന്ന കൊമ്പുകളെ പോലെ അനേകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവമക്കളെ, ദൈവം നമുക്ക് കൃപാവരങ്ങളെ നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന ദൈവവേദലേ, നമ്മുടെ ജീവിതത്തിൽ തന്നെ രൂപാന്തരപ്പെടുന്ന ദൈവസ്നേഹമാണ് നമ്മുടെ അരികിൽ വന്ന് ചേർന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഒരു നല്ല ഫെലോഷിപ്പിന് വേണ്ടി, ഒരു നല്ല കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ആ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ചൈതന്യം കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. പുറമേയുള്ള ആളുകളുമായി മാത്രമല്ല, നമ്മുടെയൊക്കെ വീട്ടിലുള്ള, നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യയും ഭർത്താവും നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴും ഈ വചനത്തിൻ്റെ ഉള്ളങ്ങളിൽ പറയുന്നത് പോലെയുള്ള ഫെലോഷിപ്പ് ഉണ്ടാകുകയാണ്. ഒരു വ്യത്യാസമുണ്ട്. അമ്മയും അപ്പനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും മാനസാന്തരപ്പെട്ടവരാകണം. ചോദിക്കുകയാണ്, എന്താണ് മാനസാന്തരം? പ്രിയപ്പെട്ടവരെ, യേശുവിനോട് ഏറ്റുപറഞ്ഞ് പാപക്ഷമ മേടിച്ച് ഒരു വിശുദ്ധനായി നോമ്പ് കാലയളവിൽ ജീവിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ആവർത്തിക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ ഇഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേക ആളുകളെ ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആർക്കും, ഒരു മനുഷ്യനും ഈ കൂട്ടായ്മയിലേക്ക് വരാനോ പ്രാർത്ഥിക്കാനോ താല്പര്യമില്ല. എന്നാൽ ഇന്ന് ദൈവസന്നിധി ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും വലിയ പരിവർത്തനം വന്നുകൊണ്ട്, വലിയ രൂപാന്തരം വന്നുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ കർത്താവിന് വലിയ സ്ഥാനവും ഉന്നത നിലവാരവും ഉന്നത സ്ഥാനവും വെക്കുന്നവരായി മാറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം അളക്കുന്ന അളവിനാൽ തന്നെയാണ് നമുക്കെല്ലാവർക്കും അളന്ന് കിട്ടുന്നത്. ഞാൻ എങ്ങനെയാണ് അളക്കുന്നത്? ആ അളവിനൊത്തവണ്ണമാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നതാണ്. അത് മുടങ്ങാതെ പ്രാർത്ഥിക്കാനും ജാഗരിക്കാനും നമ്മുടെ മനസ്സിൽ വല്ലാതെ ആഗ്രഹം ജനിക്കട്ടെ. ദൈവമക്കളെ, യേശു എത്ര വലിയ സ്നേഹമാണ്. കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ.
തന്നവനാണ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഒറ്റയ്ക്ക് മനുഷ്യനായിരിക്കുന്ന അന്നിൽ നിന്ന് കരുതി ഉത്തമമായ ജീവിത പങ്കാളിയെ കർത്താവ് കൊടുത്തത് ഈ ഫെലോഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മക്കളെ ദൈവം തന്നു. മക്കളെയും ഭാര്യയെയും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും വിളിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഫെലോഷിപ്പ് അവിടെ ഉണ്ടാവുകയാണ്. ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അനേക പ്രാവശ്യമാണ് ഈ കൂട്ടായ്മയുടെ ബന്ധം ഉണ്ടാകുന്നത്. ദൈവമക്കളെ, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് ദൈവ തേജസ് ഇറങ്ങാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് കൊതിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കുക. ഇസ്രായേലിന് ദൈവം മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. നമ്മുടെ മഹാപാപങ്ങളെ ക്ഷമിച്ചു തന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും നേരെയാക്കി സുന്ദരമായൊരു ജീവിതത്തിലേക്ക് നടത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തനിച്ചാകുമ്പോഴും വേദനയോടിരിക്കുമ്പോഴും ഭാരത്തോടിരിക്കുമ്പോഴും ഒരു ഫെലോഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കുവാനായിട്ട്, ഒരു പ്രാർത്ഥനാ യോഗമുണ്ടാക്കാനായിട്ട്, ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ദൈവമക്കളെ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ബലപ്പെടുക. ദൈവത്തിൻ്റെ തേജസ് അത്ര വലുതാണോ? ദൈവത്തിൻ്റെ കരുണ അത്ര വലുതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ഒരു ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. അവൻ്റെ കുറുകെ പോകാത്ത കരം ചേർത്ത് വെച്ച് എല്ലാ വഴികളിലും സമൃദ്ധിയായി ദൈവം നമ്മെ എല്ലാവരെയും ഉള്ളംകരങ്ങളിലെടുത്ത് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുകയും യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരുന്ന വരവ്, യേശുവിനോട് ചേരുന്നതായ ജീവിതം, ഹല്ലേലൂയ, അതിനൊരുപാട് വ്യത്യാസങ്ങൾ പ്രിയപ്പെട്ടവരെയും ദൈവ തിരുസന്നിധിയിൽ നാം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ദൈവ തേജസ് ഉണ്ടാകുവാൻ വേണ്ടി ഈ കൂട്ടായ്മ കാരണമാകട്ടെ. നിങ്ങൾ കൊച്ചു കൊച്ചു കൂട്ടായ്മ ഭവനത്തിലുണ്ടാക്കുക. പേരൻസ് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന കൂട്ടായ്മ, ഹല്ലേലൂയ, യേശുവിനോട് ചേരുന്ന കൂട്ടായ്മ. ഒരുപാട് പേര് ഒരുമിച്ച് യാചിക്കുന്ന, ഒരുപാട് പേര് ഒരുമിച്ച് അന്വേഷിക്കുന്ന, ഒരുപാട് പേര് ഒരുമിച്ച് യേശുവിനെ മുട്ടി വിളിക്കുന്ന, ഒരുപാട് പേര് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജാഗരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ മക്കളുടെ ഈ ജീവിത സാഹചര്യത്തിൽ കർത്താവിൻ്റെ കരം വന്ന് പതിയട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ദൈവ തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, യേശു എത്ര വലിയ സ്നേഹമാണ്, അവൻ എത്ര വലിയ കരുണയാണ് നമുക്കെല്ലാവർക്കും ചെയ്തു തന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാം, കർത്താവേ, ഏഴയും പൂഴിയുമായിരിക്കുന്ന അടിയങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളെയും ദൈവം നേരെയാക്കി, അനുഗ്രഹമാക്കി, കൃപയാക്കി, സൗഖ്യമാക്കി, വിടുതലാക്കി, ആശ്വാസം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. യേശു നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കുത്തി തുളയ്ക്കപ്പെട്ട ചങ്കിൽ നിന്നൊഴുകിയ തിരുരക്തം, ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. നാം എപ്പോഴും ഫെലോഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, കൂട്ടായ്മ അത് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതും ഉയർച്ച പ്രാപിക്കുന്നതും കാണാനായിട്ട് സാധ്യമാകുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കിയിട്ട് പറയാം, കർത്താവേ, കർത്താവേ, നീ ഞങ്ങൾക്ക് വാസ്തവമായി അനുഗ്രഹത്തിൻ്റെ ഒരു വഴി തുറന്നു തരണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം, ശിരസ്സുകൾ നമിക്കാം. യേശു ഈ രണ്ടുപേരെ അയച്ചു. കൂട്ടായ്മ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്. ഒരു മനുഷ്യൻ തകരുമ്പോൾ മറ്റൊരു മനുഷ്യൻ ബലപ്പെടുകയാണ്. ഇന്ന് രാത്രിയുടെ യാമം യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയിൽ നിന്നുള്ള ദിവ്യപ്രകാശം ഞങ്ങളിലെത്തുവാൻ, ഞങ്ങളൊരു അനുഗ്രഹമായി മാറുവാൻ, വിശുദ്ധ ജീവിതം കൊണ്ട് നിറയുവാൻ, പാപം മാറ്റി കിട്ടുവാൻ, ക്ഷമ കിട്ടുവാൻ, രോഗം സൗഖ്യമാകുവാൻ, ബന്ധനങ്ങൾ അഴിയുവാൻ, കെട്ടുകൾ പൊട്ടപ്പെടുവാൻ, യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങളുടെ ശരീരം മുഴുവനും സൗഖ്യം പ്രാപിപ്പാൻ, ഞങ്ങളുടെ ജീവിതം മുഴുവനും അനുഗ്രഹമാകുവാൻ നീ ഞങ്ങളെ ബ്ലെസ് ചെയ്യണമേ. അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ. വഴി യാത്രയോടുകൂടെ ദൈവം ഇരിക്കണമേ. തെറ്റുപറ്റാതെ, കുറ്റം കൂടാതെ, ശാപം വരാതെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ ചേർന്നിരുന്ന് ഹല്ലേലൂയ ഏറ്റവും മനോഹരമായി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. ഒന്നിനും കുറവില്ലാതെ എല്ലാ കാര്യങ്ങളിലും ജയോത്സവമായി ദൈവം ഞങ്ങൾ നടത്തണമേ. ഇന്നയോളം ദൈവം നടത്തിയതിനും ഇതുവരെ ദൈവം പരിപാലിച്ചതിനും കൊടാനുകോടി നന്ദിയും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയാണ്. അശുദ്ധിയിൽ നിന്ന് അന്ധകാരതങ്ങളെ മായ്ച്ചു നിർത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ. എല്ലാ വിഷയത്തെയും എല്ലാ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു, ബന്ധിതരായിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെ
എല്ലാവരെയും യേശുവിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങൾ ശിരസ്സ് മുതൽ പാദം വരെയും കഴുകണം. ഒരു പുതിയ മനുഷ്യനായി മാറുവാൻ, പുതിയ വ്യക്തിയായി മാറുവാൻ യേശുവിൻ്റെ കരം ചേർത്ത് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തിൻ്റെ ഒരു ഡിവൈൻ റിലേഷൻഷിപ്പിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്ന് അടുപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. യേശുവേ, ഇന്ന് രാത്രിയുടെ യാമം ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്യുന്ന കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും ഒരുപാട് അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തം കൊണ്ട് ഹല്ലേലൂയ എല്ലാ വഴികളിലും സമൃദ്ധിയും അനുഗ്രഹവും നൽകി വിശുദ്ധിയും കൃപയും നൽകി അനുഗ്രഹിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുർബലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകയും മർത്തുമറിയമേ തമ്പുരാനെ പറ്റി അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും ഇന്നത്തെ ദിവസത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന ദൈവമക്കളോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ വിനയത്തോടു കൂടി അറിയിക്കുകയാണ്. ഇന്ന് സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും ഒരുപാട് സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ. നാളെ വൈകുന്നേരം 8:30 മണിക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവസ്ഥയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.